തീർച്ചയായും ശ്രീ അരുൺ ലക്ഷ്മൺ, ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഇസ്രായേലിന് മുമ്പിലുള്ളത്. ഒന്ന്, ഇറാനെ പൂർണ്ണമായും ആണവായുധ കാര്യങ്ങളിൽ നിന്ന് പിറകോട്ട് കൊണ്ടുപോവുക. രണ്ടൊന്ന്, അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുക. ഈ രണ്ട് ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആക്രമണം ആരംഭിച്ചത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇസ്രായേലിന് വിജയകരമായി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് കരുതാമോ? പ്രത്യേകിച്ച് ഖമേനിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളെ പൂർണ്ണമായും വധിക്കുകയും ഏതാണ്ട് നിരായുധനായ ഖമേനിയാണ് നമ്മൾ കാണുന്നത്. ഈ പ്രസ്താവനകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ബങ്കറിൽ ഒളിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സൈന്യത്തിന് അധികാരം കൈമാറി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം മിഥുൻ പറഞ്ഞ പോലെ ഈ അമേരിക്ക ആ ഒരു ലക്ഷ്യത്തിൽ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിന് ഇതിൽ വിജയിക്കുന്ന പശ്ചാത്തലം ഇസ്രായേലും അമേരിക്കയും ഉണ്ടായാൽ പോലും ഇനി വരുന്ന ആളുകൾക്ക്, ഭരണാധികാരികൾക്ക് ഇവരുമായൊക്കെ സഹകരിച്ച് പോകാൻ നമ്മുടെ ചരിത്രമൊക്കെ എടുത്ത് നോക്കിയാൽ അതിനുള്ള സാഹചര്യവും സാധ്യതയും ഒക്കെ തുലവും വിരളമല്ലേ? അല്ല, ഞാൻ അവിടെ പോയ സമയത്ത് ഞാൻ മൊസാദിൻ്റെ മേജർ ജനറൽ റിട്ടയർഡ് യാർ റൈറ്റ് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എനിക്കൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ലബനോൻ, ഇറാൻ അവരുടെ മൊസാദിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര്, സ്വന്തം പേര് മാറി അബു ദാവൂദ് എന്നൊരു വേറൊരു പേരിൽ സ്യൂഡോനിമില്ല എന്ന് പുള്ളി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, യു ടെൽ ദ വേൾഡ് ദാറ്റ് വി ആർ ഡീപ്പ് ഇൻ ടു ഇറാൻ. ഞങ്ങൾ ഇറാനിൽ വളരെയധികം ആഴത്തിലുണ്ട്. അതിൻ്റെ തെളിവായിരുന്നു പിന്നെ കഴിഞ്ഞ ജൂലൈ 24, 2024 ഇസ്മായിൽ ഹനിയ ഹമാസിൻ്റെ ചീഫായിരുന്നു, ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ഹെഡായിരുന്നു, ഹമാസിൻ്റെ അവിടുത്തെ പലസ്തീനിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന് ഇറാനിൻ്റെ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഗാർഡ്സിൻ്റെ അവരുടെ സെക്യൂരിറ്റി ഉള്ള സമയത്താണ് അദ്ദേഹത്തിനെ വധിച്ചത്. അത് ഇറാനിൽ ടെഹ്റാൻ്റെ അകത്ത് വെച്ച് ചെയ്തൊരു പണിയായിരുന്നു. അതുപോലെ തന്നെ ഇബ്രാഹിം റാസി എങ്ങനെ മരിച്ചു, എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് ഇപ്പോഴും ഒരു ഇതല്ല. ഇറാൻ പറയുന്നത് ബാഡ് വെതർ കണ്ടീഷനിലാണ് അവർ ചോപ്പർ അവിടുത്തെ ഈസ്റ്റ് അസർബൈജാൻ അദ്ദേഹം കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞു, ഇറാൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നത്. പക്ഷേ ഒരു ഇറാൻ്റെ MP തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പേജർ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്, ആ പേജർ ബ്ലാസ്റ്റിലാണ് മരിച്ചതെന്ന്. മൊസാദ് ഒരിക്കലും അത് സമ്മതിച്ചിട്ടില്ല, അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. അതുപോലെ ഇറാനും അക്നോളജ് ചെയ്തിട്ടില്ല. പക്ഷേ ദർ ആർ ഡൗട്ട്സ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇറാൻ്റെ അകത്ത് തന്നെ ഈ ഇസ്രയേലി ഇൻ്റലിജൻസ് ഏജൻസിക്ക് അല്ലെങ്കിൽ ഇസ്രയേലി ഗവൺമെൻറ് വേറെ രീതിയിലുള്ള ഒരു സെറ്റപ്പ്, ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതെ, ഈ ആക്രമണമെല്ലാം അങ്ങനെയായിരുന്നു. അതെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇസ്രയേലിനൊരു എയർ പവർ അവർ ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ അവർ 24 ടെഹ്റാനിലേക്ക് കയറിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇറാൻ്റെ എയർ ഡിഫൻസിനെ ഇവർക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു. എയർ ഡിഫൻസ് അപ്പോൾ അവർ ഈ ഗ്രൗണ്ടിൽ ട്രൂപ്സിൻ്റെ മാനുവർ ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് നേരെ ഏരിയൽ ഡിഫൻസിൽ ചെയ്യാൻ പറ്റും. അത് ഇപ്പോൾ ഖമേനിനെ ഈസി ടാർഗറ്റാണ് ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ആർ ക്ലിയർ ഇൻ്റലിജൻസ് ഇൻപുട്സ്. അതുകൊണ്ടാണ് അവരത് പറയുന്നത്. മേ ബി ഒരു വീൽഡ് ത്രെട്ട് വരും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം ഈ സെർട്ടൻലി ഇസ്രയേലിൻ്റെ ഫയർ പവർ ഉണ്ട്. അവർ ഈ ഒരു എന്താ പറയുക, അവർക്ക് ആദ്യം തന്നെ വേണ്ടുന്ന ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റിനെ ന്യൂക്ലിയർ വെപ്പൺ മാറ്റുന്ന ആ സെൻട്രിഫ്യൂജ്, ആ കപ്പാസിറ്റീനെ ഫർദോല അവർക്ക് നശിപ്പിക്കണം. അതാണ് ഇസ്രയേലിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. പിന്നെ റജൈം ചേഞ്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ റജൈം ചേഞ്ച് അടുത്ത വരാൻ പോകുന്ന ഇതിലും വലിയ ഭീകരനാണെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് റജൈം ചേഞ്ചിനെക്കാട്ടും ഉപരിയായിട്ട് ഈ ന്യൂക്ലിയർ കാപ്പബിലിറ്റീസിനെ കൃത്യമായിട്ടും പുറകോട്ട് വലിക്കാനുള്ള ഒരു വാറാണ് ഇപ്പം ഇസ്രയേൽ നടത്തുന്നത്. പുറത്ത് റജൈം ചേഞ്ച് എന്നൊക്കെ പറയുമെങ്കിലും 1979 വരെ ഇസ്രയേലിൻ്റെ 1948 to 1979 ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടായിരുന്നു ഇറാനായിരുന്നു ഫ്രണ്ട്. അന്ന് ഈജിപ്തുമായിട്ടും പിന്നെ ചുറ്റുമുള്ള മറ്റ് കൺട്രീസുമായിട്ടായിരുന്നു ഫൈറ്റ്. അന്ന് ഇറാനും ടർക്കിയുമായിരുന്നു ഈ ഇസ്രയേലിൻ്റെ ഫ്രണ്ട്സ്. 79 ഇസ്ലാമിക് റവല്യൂഷന് ശേഷമാണ് പിന്നെ ഇറാനുമായിട്ട് ഇസ്രയേൽ ആൻറ്റഗണൈസ്ഡ് ആവുന്നത്. നേരത്തെ മൊസാദും ഇറാൻ്റെ ഏജൻസി സവാക്ക് എന്ന് തോന്നുന്നു, അവരുമായിട്ടുള്ള അലയൻസ് ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ചിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 79 ശേഷം ഇസ്ലാമിക് റവല്യൂഷൻ വരുന്നു, ഖമേനി എടുത്തെടുക്കുന്നു. അപ്പോൾ അതോടുകൂടി ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരുപാട് അകന്നുപോയി. അതിനുശേഷം ഇനിയിപ്പം അങ്ങനത്തെ റജൈം ചേഞ്ച് നടക്കുമോ എന്നുള്ളത് വലിയ സംശയമാണ്. പക്ഷേ പബ്ലിക്കിൻ്റെ ഇടയിൽ എങ്ങനെയായിരിക്കും റിയാക്ഷൻ ഉണ്ടാവുക? പിന്തുടർച്ചാവകാശി 10-20 വർഷമായി അതിനുള്ള കോപ്പുകൾ കൂട്ടുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഉണ്ട്. ഇറാനിലെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ഉപരി അവരുടെ സുപ്രീം ലീഡർ, ട്രംപ് പറഞ്ഞ സോ കോൾ സുപ്രീം ലീഡർ. അപ്പം അത് ശരിയാണ്. പക്ഷേ എന്നാൽ തന്നെ അത് തന്നെ വരണോ, അല്ലെങ്കിൽ ആ റജൈം തന്നെയാണോ ഒരു വെസ്റ്റ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വേറെ റജൈം വരുമോ? ഒരു ഷാനെ പോലത്തെ റജൈമിന് വരാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ എന്ത് പറഞ്ഞാലും ഇറാനെ കുറിച്ച് ഒരു വേറൊരു പെർസ്പെക്റ്റീവ്, വേറൊരു നെറേറ്റീവ് കൃത്യമായിട്ടും വേൾഡിൽ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സാധനം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇസ്രയേലിൻ്റെ പ്രൈം ഒബ്ജക്റ്റീവ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇറാൻ്റെ ഈ ന്യൂക്ലിയർ സ്ഥാനത്തുനിന്ന് ഇറാനെ പിന്തിരിപ്പിക്കുക. അല്ലെങ്കിൽ അത് സത്യമാണ്, ഇറാൻ്റെ കയ്യിൽ ഒരു ന്യൂക്ലിയർ സാധനം വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അത് എങ്ങനെ അത് ഉപയോഗിക്കുന്നു, അത് ആർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ലിറ്റിൽ സത്താനാണ് ഇസ്രയേൽ എന്ന് പറഞ്ഞത്, മേജർ സത്താൻ അമേരിക്കയാണ്. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു സത്താൻ. അതുപോലെ തന്നെ സെയിം തിങ് ഇസ്രയേലോടും കാണിക്കും.
അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രോക്സീസിന് ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം. ഒരു ഹോട്ട്സ്പോട്ടാക്കി മാറ്റാൻ പറ്റും, ന്യൂക്ലിയർ ഹോട്ട്സ്പോട്ടാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഇറാനെ പൂർണ്ണമായിട്ടും പിന്തിരിപ്പിക്കുക, അല്ലെങ്കിൽ അതായിരിക്കും ഉദ്ദേശിക്കുന്നത്.